മൊബൈൽ ഫോൺ എവിടെയെന്ന് പറയാൻ പറ്റാത്ത രഹസ്യം. ദിലീപ് പലപ്പോഴായി പണം നൽകി, ഇനിയും 80 ലക്ഷം കിട്ടാനുണ്ട്. കൂടുതൽ നടിമാരെ ആക്രമിച്ചു, എല്ലാം ദിലീപിൻ്റെ അറിവോട്ടെ. ഒളിക്യാമറയാണ്, ഒളിക്യാമറ. പോലീസ് നല്ല എന്താന്നല്ല, എന്റെ ഇതുകൊണ്ട് അവർ പിടിക്കാൻ നോക്കുമ്പോൾ ഞാൻ പിടി കൊടുക്കൂല. അവരെന്റെ ആണ്ടേ അതുകൊണ്ടോ അവനിട്ടിരിക്കുന്ന ഷർട്ടും ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടും ഏകദേശം ഒരുപോലെ. അയ്യേ, അത് ഞാനല്ല കേട്ടോ, എൻ്റെ അമ്മോ. റിപ്പോർട്ടർ ചാനലിന്റെ ഒളിക്യാമറയിൽ കുടുങ്ങി ബജാജ് പൾസർ 180 DTSI. The new Bajaj Pulsar DTSI. റിപ്പോർട്ടർ ചാനലിന്റെ ഒളിക്യാമറയിൽ കുടുങ്ങി പൾസർ സുനി. ദിലീപിനെതിരെ നിർണായക വിവരങ്ങൾ ഇതാ പുറത്തുവിടുന്നു റിപ്പോർട്ടർ ചാനൽ എക്സ്ക്ലൂസീവ്. ഞെട്ടിയോ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. നാണാവില്ലേ ഒരു നടിയെ അതിക്രൂരമായിട്ട് ആക്രമിച്ച കേസിലെ പ്രതിയെ ഒരു മരത്തിന്റെ മൂട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഇതുപോലെ നാടകം കളിക്കാൻ? ഒളിക്യാമറയാണ് പോലും, ഒളിക്യാമറ. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇതുപോലത്തെ തരം താഴ്ന്ന കളി കളിക്കേണ്ട കാര്യമുണ്ടോ? നമുക്കിതൊക്കെ കണ്ടാൽ മനസ്സിലാവുകയല്ലേ? ചേട്ടാ, പൾസർ സുനി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗജ ഫ്രോഡ്. അയാൾ പറയുന്നതെല്ലാം അങ്ങോട്ട് വേദവാക്യമാക്കി എടുത്തിട്ട് അതേണ്ട വലിയ എക്സ്ക്ലൂസീവ് ആണെന്നും പറഞ്ഞ് വിളമ്പാനായിട്ട് നാണമാവില്ലേ ചേട്ടാ? അയാൾ ആ കേസിലെ പ്രതിയല്ലേ? അയാൾ അത്ര നല്ല മനുഷ്യനാണോ നിങ്ങൾക്ക്? അയാൾ തന്നെ നിങ്ങൾ ഈ ഹരിചന്ദ്രനെ പോലെയാണോ കാണുന്നത്? അയ്യോ, പൾസർ സുനി എന്ന് പറഞ്ഞാൽ അയാൾ നുണയൊന്നും പറയാറില്ല, അതുകൊണ്ട് അയാൾ പറയുന്നതെല്ലാം ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കും, വേറെ ആരെയും ഞങ്ങൾക്ക് വിശ്വാസമില്ല, അങ്ങനെയാണോ? സ്റ്റിങ് ഓപ്പറേഷൻ അവർ ഇതിന് പേരിട്ടിരിക്കുന്നത്, വലിയ ഗെയിമായിപ്പോയി. അതേസമയം ദിലീപ് സംസാരിക്കുന്നത് വല്ല ഒളിക്യാമറ വല്ലതും വെച്ചെടുത്തിട്ട് അത് പുറത്ത് വിടുവാണെങ്കിൽ ഒരു രസമുണ്ടെന്ന് നോക്കാം. ഇത് പൾസർ സുനി സാധാരണ കോടതിയിലും പോലീസുകാരോടും എല്ലാം പറഞ്ഞ കാര്യമൊക്കെ തന്നെയല്ലേ ഇത്, അല്ലാതെ പുതിയതായിട്ട് വല്ലതും ഉണ്ടോ? ഇതിനൊക്കെ വല്ല തെളിവുണ്ടോ? ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള പുതിയ സിനിമ ഈ ഏപ്രിലിൽ റിലീസാണ്. അപ്പോഴത്തേക്ക് തുടങ്ങുന്ന ഈ ചൊറിച്ചിൽ അത് സ്ഥിരമുള്ള ദിലീപിൻ്റെ ഏതെങ്കിലും സിനിമ ഇറങ്ങുന്ന സമയം ആകുമ്പോഴത്തേക്കും ഇവന്മാരെല്ലാം ചാടി അങ്ങോട്ട് ഇറങ്ങുക. എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി അടുത്ത പാർട്ടി ആരാണെന്നറിയുമോ? മീഡിയ വൺ. അവർക്കും ഉണ്ട്. ലാസ്റ്റ് ഏതോ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതുപോലെ ഇന്ന് അടുപ്പ് കൂട്ടി ചർച്ചക്കാർ ഇല്ലാത്ത കുഴപ്പമില്ല, എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളാണ് പറയുന്നത്. സമ്മതിച്ച് അയാൾ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയാണെങ്കിൽ കോടതി വിധിക്കട്ടെ, ശിക്ഷ വിധിക്കട്ടെ. ഇത് കോടതിയുടെ വിധിയും കാര്യങ്ങളും ഒന്നും വന്നില്ല, അതിന് മുമ്പ് മീഡിയക്കാരങ്ങോട്ട് ശിക്ഷ വിധിച്ചോളുക. എന്തൊരു ഇടപാടാണെന്ന് ഓർത്ത് നോക്കി. കോടതിക്ക് മേളിലാണ് ഇവിടുത്തെ മീഡിയാസ്. എനിക്കറിയാൻ പറ്റില്ല ഇനിയിപ്പോഴത്തേക്ക് ഈ ഉടനെ തന്നെ ആണ്ട് കേസിൻ്റെ അന്തിമ വിധി വരണമെന്നങ്ങാണ്ട് തീരുമാനമായെന്ന് തോന്നുന്നു. അപ്പോൾ അതെങ്ങനെയെങ്കിലും നീട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കളികളൊക്കെയാണോ ഈ കളിക്കുന്നതെന്ന് ആർക്കറിയാം, നമ്പുരാനറിയാം. എന്തായാലും റിപ്പോർട്ടർ ചാനലിൽ പൾസറിൻ്റെ ഒളിക്യാമറ വീഡിയോ ഒരു 5-6 കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ തമ്പനയിലൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടും. നടിയെ ആക്രമിക്കാൻ ദിലീപ് നൽകിയത് 1.5 കോടി. ശ്രീകുമാർ മേനോനെ കണ്ടില്ലെന്ന് സുനി. ജയിലിനകത്ത് വെച്ച് വധശ്രമം ഉണ്ടായി. അക്രമസമയം പൾസർ സുനി ദിലീപിൻ്റെ നിരീക്ഷണത്തിൽ. മൊബൈൽ ഫോൺ എവിടെയെന്ന് പറയാൻ പറ്റാത്ത രഹസ്യം. ദിലീപ് പലപ്പോഴായി പണം നൽകി, ഇനിയും 80 ലക്ഷം കിട്ടാനുണ്ട്. കൂടുതൽ നടിമാരെ ആക്രമിച്ചു, എല്ലാം ദിലീപിൻ്റെ അറിവോട്ടെ. പൾസർ സുനിക്ക് കുഴൽപ്പണ ഇടപാട്. ഒളിക്യാമറയാണ്, ഒളിക്യാമറ. പോലീസ് നല്ല എന്താന്നല്ല, എന്റെ ഇതുകൊണ്ട് അവർ പിടിക്കാൻ നോക്കുമ്പോൾ ഞാൻ പിടി കൊടുക്കൂല. അവരെന്റെ കൂട്ടുകാരന്മാരെ പിടിക്കുമ്പോൾ അത് എനിക്ക് അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഫോൺ ചെയ്യും, ലൊക്കേഷൻ കൊടുക്കും, ഇതും കൊടുക്കും. ഇത് പറയും പഠിക്കാൻ പറ്റിയത് പിടിച്ചോളാൻ പറഞ്ഞത് ദേഷ്യം വരും. അപ്പോൾ അവരുടെ സ്ഥലത്ത് ഞാനായിരുന്നു ദേഷ്യം വരും. അവർ കിട്ടിക്കഴിഞ്ഞാൽ റിപ്പോർട്ടറിന്റെ ആ ബിഗ് എക്സ്ക്ലൂസീവ് വാർത്ത എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കേരളം നടുങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട പല നിർണായക വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ്. റിപ്പോർട്ടർ ആ കേസിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതറിയില്ല, കാരണം മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ. ആണ്ടേ അതുകൊണ്ടോ അവനിട്ടിരിക്കുന്ന ഷർട്ടും ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടും ഏകദേശം ഒരുപോലെ. അയ്യേ, അത് ഞാനല്ല കേട്ടോ, എൻ്റെ അമ്മോ. അത് ഈ 1.5 എനിക്ക് ഈ 1.5 കിട്ടുമെന്ന് പറഞ്ഞ കണക്കിൽ വന്ന് പുള്ളി മേടിക്കണ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 ദിവസം 60 ദിവസം ഈ പടത്തിന് ഇത് ചെയ്ത് എന്താ അല്ലേ, ഒരു നടിയെ അതിക്രൂരമായിട്ട് ആക്രമിച്ച കേസിൽ ഒരു പ്രതിയാണ് ഇരിക്കുന്നത്. അതായത് കാശിന് വേണ്ടിയിട്ട് ഒരു നടിയെ ആക്രമിച്ച ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത്. അവനെ മനുഷ്യന് കൂട്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ വിഴുങ്ങി അതിനെ വേദവാക്യമാക്കി എടുക്കുന്ന മനുഷ്യന്മാരുടെ യുക്തി എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടുന്നില്ല. ഓക്കെ, ഒന്നുമല്ലെങ്കിലും ദിലീപിനെ നമ്മൾ കുറേ സിനിമ വഴിയെല്ലാം കണ്ടിട്ടുണ്ട്, പിന്നെ അയാളുടെ കുറേ സിനിമകളെല്ലാം കണ്ട് നമ്മൾ ചിരിച്ചതും ഒക്കെയാണ്. ഓക്കെ, സംഭവം ശരിയാണ്, നടിയെ ആക്രമിച്ച കേസിലെ പുള്ളി പ്രതിയാണ്. പക്ഷേ അത് തെളിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അയാളെ പിടിച്ച് കുരിശത്തിറക്കേണ്ട കാര്യമുണ്ടോ? ഏതോ ഒരുത്തം പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മളെന്തിനാ മറ്റൊരാളെ പിന്നെ വേറൊരു കാര്യമുണ്ട്, കുറച്ച് പ്രഗത്ഭനും ഒക്കെ ആയിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിലേ അയാളെ പിടിച്ച് താഴോട്ട് വലിച്ചിരുന്ന ഒരു രസമാണല്ലോ.
ഈ ദിലീപിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നവരോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലടാ, അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോഴും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്, ഇവർക്ക് ആർക്കും അച്ഛൻ ആങ്ങള അങ്ങനെ ഒരു ബന്ധങ്ങളൊന്നും ഇല്ലേ? അതായത് ഒരു പെണ്ണ് വന്നിട്ട് നിങ്ങളുടെ അച്ഛനെയോ ആങ്ങളെയോ ഇതുപോലെ കുറ്റക്കാരനാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അതും കൂടെ ചിന്തിക്കണ്ടേ? നമ്മൾ ഒരു വശം മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും മനുഷ്യരല്ലേ.